ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതാ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. നിർണായക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. പോലീസ് ആസ്ഥാനത്ത് പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. പോറ്റിയുടെ ബംഗളൂരു യാത്ര ദുരൂഹമാണെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. പോറ്റിയുടെ മുൻമൊഴികളിലും വൈരുദ്ധ്യമുണ്ട്. അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് സൂചന. ആർ റോഷിപാൽ, റഹീസ് റഷീദ്, ഹരിമോഹൻ, TV പ്രസാദ് എന്നിവരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നമുക്ക് ആദ്യം റോഷിപാലിലേക്ക് പോകാം. റോഷിപാൽ, ഒടുവിലിതാ ദിവസങ്ങൾ നീണ്ട വിവാദത്തിനൊടുവിൽ SIT ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ നിർണായക നീക്കം എന്ന് തന്നെ നമ്മൾ വിലയിരുത്താം. വിനിത, ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ഈ സ്വർണ്ണമോഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടനിലക്കാരനെന്ന് സംശയിക്കുന്ന, ഒപ്പം ഇതിന്റെ ഗൂഢാലോചനയുടെ പ്രഭവ കേന്ദ്രം കൂടിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒടുവിൽ പോലീസിന്റെ സംഘത്തിന്റെ പിടിയിലാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്തതിന് ശേഷമാണ് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏറെ വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഏറ്റവും പ്രധാന വിവരങ്ങൾ ലഭിക്കണം. കാരണം ശബരിമലയിൽ നിന്നും നഷ്ടമായ, മോഷണം പോയ സ്വർണ്ണപ്പാളികൾ അതെവിടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിയത്, ആർക്കാണ് വിൽപ്പന നടത്തിയത് എന്ന പ്രധാനപ്പെട്ട വിവരം അറിയേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ടതുണ്ട്. ആ സ്വർണം വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വമടക്കം അന്വേഷണ സംഘത്തിനാണ്. 2 ആഴ്ച കൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 6 ആഴ്ച സമയമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി അന്വേഷണത്തിനുള്ള സമയം അനുവദിച്ചത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിവേഗത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച് കൂടുതൽ പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന വിവരങ്ങൾ ഈ കേസിൽ ഏറ്റവും നിർണായകമാകും. ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് വിനീത. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് തുടരുന്നു. റഹീസ് റഷീദ്, SITയുടെ നീക്കങ്ങൾ എന്താണ്? നിർണായക വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടവരെ കുറിച്ചും നിർണായക വിവരങ്ങൾ, പ്രത്യേകിച്ച് കൽപേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ബന്ധം എന്താണ് എന്നതൊക്കെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് പോറ്റിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇടപാടുകളുടെ മൊഴികളും തെളിവുകളും രേഖകളും അന്വേഷണ സംഘം വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലേക്കോ അതല്ലെങ്കിൽ അറസ്റ്റിന് ശേഷം കോടതിയിലേക്ക് പോകുമ്പോഴോ തെളിവുകളില്ലാതെ പോറ്റി ഊരി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്വേഷണ സംഘം ആദ്യം തന്നെ എത്തിയ ഒരു വിലയിരുത്തൽ, പോറ്റി ഇക്കാര്യത്തിൽ നിയമപരമായി സേഫാണ്. കാരണം പോറ്റിയുടെ കയ്യിലേക്ക് ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും ഒക്കെ കൊടുത്തുവിടുന്ന സമയത്ത് അത് ചെമ്പ് പാളികളാണ് കൊടുത്തുവിടുന്നതെന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവനുസരിച്ച് എൻ്റെ കയ്യിൽ തന്നുവിട്ടത് സ്വർണമല്ല, ചെമ്പായിരുന്നു എന്ന് പോറ്റിക്ക് വാദിക്കാൻ കഴിയും. അതുകൊണ്ട് അന്ന് കൊടുത്തുവിട്ടത് ചെമ്പല്ല സ്വർണമെന്ന് സ്ഥാപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൊഴികളും തെളിവുകളും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നായിരുന്നു പോലീസിന് കിട്ടേണ്ടത്. അവർ അവിടെ പരിശോധന നടത്തി. അതിന്റെ CEO ആയ പങ്കജ് മനോന്റെ മൊഴി രേഖപ്പെടുത്തി. ആ മൊഴിയിൽ ദേവസ്വം വിജിലൻസിന് കൊടുത്തതുപോലെ തന്നെ പങ്കജ് കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. പോറ്റി ആദ്യം കൊണ്ടുവന്ന കട്ടിളപ്പാളിയിലും സ്വർണമായിരുന്നു. പിന്നീട് കൊണ്ടുവന്ന ദ്വാരപാലക ശില്പത്തിലും സ്വർണമായിരുന്നു. 2ൽ നിന്നും സ്വർണം വേർതിരിച്ച് ഏതാണ്ട് 1.5 കിലോയോളം വരുന്ന സ്വർണം പോറ്റിക്ക്, അല്ലെങ്കിൽ പോറ്റി പറഞ്ഞ കൽപേഷ് എന്നയാളുടെ കൈവശം കൊടുത്തുവിട്ടു. കൊണ്ടുവന്നത് സ്വർണമായിരുന്നു, അത് മാറ്റിയത് ഞങ്ങളാണ്, ബാക്കി ഇത്ര കിലോ സ്വർണം ബാക്കി വന്നു, അത് പോറ്റിക്ക് കൈമാറി എന്ന വിവരങ്ങളും ഡോക്യുമെന്റും തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്. ഈ ഗൂഢാലോചന, അതിന്റെ ആസൂത്രണം, അതിന്റെ ഒക്കെ മുഖ്യ സൂത്രധാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഉടൻ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. TV പ്രസാദ് കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. TV പ്രസാദ്, പോലീസ് ആസ്ഥാനത്ത് ഇതാ ചോദ്യമുനയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി.
അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഈ വലിയ സ്വർണ്ണക്കൊള്ളയിലെ ആദ്യ അറസ്റ്റ് എന്ന് പറയണം ഒരു മഞ്ഞുമലയുടെ അറ്റത്ത് ആണ് ഇപ്പോൾ SIT എത്തി നിൽക്കുന്നത്. അതിനപ്പുറം ഇനിയും വമ്പൻ സ്രാവുകളെ പിടികൂടാനുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ അതുകൊണ്ട് തന്നെ ഏറെ നിർണായകവുമാണല്ലേ TV പ്രസാദ്? ഉറപ്പായും വിനീത, ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം. തുടക്കം മുതൽ ഈ തട്ടിപ്പിന്റെ തുടക്കം മുതൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരാളായി ഉണ്ട്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഇടനിലക്കാരനെ പോലെയാണ് പല ഘട്ടങ്ങളിലും പ്രവർത്തിച്ചത് എന്ന് അതിന്റെ ഉത്തരവുകളും രേഖകളും മഹസറുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയും. സ്വർണം കൊണ്ട് പൊതിഞ്ഞ അവിടുത്തെ തകിടുകൾ, ആ തകിടുകൾ ദേവസ്വം ബോർഡിന്റെ തീരുമാനപ്രകാരം അത് ചെമ്പ് തകിടായി മാറുന്നു. അതിൽ നിന്ന് സ്വർണം അപ്രത്യക്ഷമാകുന്നു. അങ്ങനെ ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചന നടപ്പിലാക്കാനുള്ള ഒരു ഇടനിലക്കാരൻ മാത്രമായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയാനുള്ള കാര്യങ്ങൾ നിരവധിയാണ് വിനീത. കാരണം എത്ര തവണയായിട്ടാണ് ഈ സ്വർണം കൊണ്ടുപോയത് എന്നുള്ളതാണ്. നിലവിൽ വാതിൽ കട്ടിലപ്പടിയിലും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളിലുമുള്ള സ്വർണം അടിച്ചെടുത്തു എന്നുള്ളത് മാത്രമാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതെങ്കിൽ അതിനു മുമ്പും അതിനുശേഷവും അവിടെ നടന്ന അറ്റകുറ്റപ്പണികൾ അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥർ, അതായത് മഹസർ പോലും എഴുതാത്ത ഉദ്യോഗസ്ഥർ, എല്ലാ തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ, മാത്രമല്ല ആ ഉദ്യോഗസ്ഥർക്ക് വഴികാട്ടിയാകുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളും ദേവസ്വം പ്രസിഡന്റും ഇവരെല്ലാവരും ചേർന്ന ഒരു സംഘമാണ് ഈ കൊള്ള നടത്തിയിരിക്കുന്നത്. സ്വാഭാവികമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഏറെ നിർണായകമാണ്. സർക്കാർ പൂർണ്ണമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരിലേക്ക് അന്വേഷണം എപ്പോഴെത്തും എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. വിനീത, നമുക്കറിയാം ഏതൊക്കെ വമ്പൻ തോക്കുകളാണ് ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ ചോദ്യമുനയിലേക്ക് വരുന്നത് എന്നറിയണം.